കുറെ ആയല്ലോ ഈ ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്യണം. അവിടെ കുറെ ആളുകളെ പരിചയം ഉണ്ടാവും. ലൈഫിൽ സക്സസ് ആയ ആളുകളെ എന്തെങ്കിലും സീക്രറ്റ് ഉണ്ടാവും? ഗുഡ് ക്വസ്റ്റ്യൻ. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ലൈഫിൽ സക്സസ് ആയ ആളുകളുടെ സീക്രറ്റ് എന്താണ്. ഇതൊക്കെ നമുക്കറിയാലോ, ഒരു റെസിപ്പി പോലെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. സക്സസ്സിന് ഒരു സീക്രറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും അതിന് പുറകെ പോയിരുന്നു. പക്ഷെ നമ്മളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇത്രയും കാലത്തെ ട്രെയിനിങ് മേഖലയിലുള്ള പരിചയത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം 4 സ്റ്റേജസിലാണ് ആളുകൾ ജീവിക്കുന്നത്. 4 സ്റ്റേജസിൽ. ഒന്ന് സ്കേഴ്സിറ്റിയിലാണ്. ഫസ്റ്റ് തുടക്കത്തിൽ സ്ട്രഗിൾ സ്റ്റേജിലാണ്. അവിടെ ആളുകൾ നിരന്തരമായിട്ട് ഡെയിലി ലൈഫിന് വേണ്ടിയിട്ട് അവർ ഓടുന്നു. ഇപ്പോൾ ഒരു ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യമായിട്ടുള്ള ശമ്പളം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ ചിലവുകൾ കൂട്ടി മുട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. എല്ലാ ദിവസവും എന്താണ്, അയാൾ അതിനുവേണ്ടി ഓടുന്നു, അത് കിട്ടാതിരിക്കുന്നു അല്ലേ. ആ ഒരു രൂപത്തിൽ ഒരു പെട്ടെന്ന് എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടും. രണ്ടാമത്തെ ഒരു സ്റ്റേജിലുള്ള ആൾക്കാർ പ്ലഷർ സ്റ്റേജിലുള്ള ആൾക്കാരാണ്. അവരെന്താണെന്ന് വെച്ചാൽ ജീവിതം കുഴപ്പമില്ല, ഒപ്പം കുറച്ച് ചെറിയ ടൂറുകളും ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്നുണ്ട്, ചെറുതായിട്ട് ഒരു പ്ലഷർ അനുഭവിക്കുന്ന ആളുകളാണ് സെക്കൻഡ് സ്റ്റേജിലുള്ള. തേർഡ് സ്റ്റേജിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്, ഒരു പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകുന്ന റിസൾട്ട് നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ തേർഡ് സ്റ്റേജാണ്. അവിടെ എത്തുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് അവർക്ക് കിട്ടുന്നു. സമ്പാദ്യത്തിൽ മാറ്റമുണ്ട്, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫോർത്ത് സ്റ്റേജാണ് ആക്ച്വലി വേണ്ടത്, ഒരു പർപ്പസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ജീവിതത്തിലൊരു പർപ്പസ് ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്? ഒരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിജയിച്ച ആളുകൾക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പർപ്പസാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എന്നുള്ളത്. വൈ ഐ ആം ഗെറ്റിംഗ് ഔട്ട് ഓഫ് ബെഡ് എവറി ഡേ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ, സ്കിൽ നെസ്റ്റ് ടീമിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് 10 മില്യൺ ലൈഫ്സ് എന്നുള്ളതാണ്, ടു സക്സസ് ആൻഡ് ഹാപ്പിനെസ്. 1 കോടി ആളുകളെ 2030 വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ആ ഒരു സീക്രറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ജീവിതത്തിൽ പർപ്പസ് ഉണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ സക്സസ് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ പർപ്പസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തുവരും. നമ്മുടെ വെൽത്ത് ആണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ ബെറ്ററായിട്ട് വരുന്നത് കാണുന്നുണ്ട്. താങ്ക് യു.